വെൽക്കം ബാക്ക്. ഹോബി സർക്യൂട്ടിൻ്റെ ഒരു സെഷനാണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കോമ്പോണൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് IC 555. ഒരുപാട് സർക്യൂട്ടിൽ യൂസ് ആവുന്ന ഒരു IC ചിപ്പാണ്. നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾക്കൊരു എക്സ്പെരിമെൻറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബ്രെഡ് ബോർഡിൽ വെച്ചിട്ടുണ്ട്. പിൻ നമ്പർ 8 പവർ സപ്ലൈ പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ കൊടുക്കാം. ഓക്കെ, ഇനി പിൻ നമ്പർ 1 ആണ് ഗ്രൗണ്ട്. സാധാരണ പോലെ ബ്രെഡ് ബോർഡിൽ താഴത്തെ ലൈൻ നമ്മൾ ഗ്രൗണ്ടായിട്ട് എടുക്കുന്നു, മുകളിലത്തെ ലൈൻ പവർ ലൈനായിട്ട് എടുക്കുന്നു. ഇപ്പോൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ IC ചിപ്പ് ഓൺ ആവും. ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു LED ഉപയോഗിക്കുന്നുണ്ട്. പിൻ നമ്പർ 3 ഈ LED വരേണ്ടത്. LED നമുക്ക് പിൻ നമ്പർ 3 വരുന്നത് പോലെ വയ്ക്കാം. LED പൊളാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. മൈനസ് ആക്ച്വലി LED കത്തിക്കുന്നത് ഒരു 1 kilo ohms റെസിസ്റ്റർ ത്രൂ ആണ്. റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇനി സർക്യൂട്ടിൽ എന്താണ് വേണ്ടത്? ഒരു കൺട്രോൾ. ഇത് ആക്ച്വലി ഒരു കൺട്രോൾ പിന്നുണ്ട്. അതിനകത്ത് നമ്മൾക്കൊരു കപ്പാസിറ്റർ വയ്ക്കാനുണ്ട്. ഇത് 0.1 മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്ററാണ്. ഓക്കെ, കപ്പാസിറ്ററിൻ്റെ മറ്റേ എൻഡ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. കപ്പാസിറ്റർ പിൻ നമ്പർ 5 കണക്റ്റഡ് ആണ്. ഇനി പിൻ നമ്പർ 2 ആക്ച്വലി ഒരു കപ്പാസിറ്ററാണ് വേണ്ടത്. കപ്പാസിറ്ററിൻ്റെ മൈനസ് നമ്മൾ ഗ്രൗണ്ടിൽ കൊടുത്തു, പ്ലസ് നമ്മൾ 2 കൊടുത്തു. ആക്ച്വലി പിൻ നമ്പർ 2 പിൻ നമ്പർ 6 തമ്മിൽ നമ്മൾക്ക് ഷോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾക്ക് പിൻ നമ്പർ 2 പിടിച്ചിട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാൻ ഡയറക്റ്റ് ഒറ്റ വയർ കൊടുത്തിട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യുന്നത്. പിൻ നമ്പർ 6 ആണ്. അപ്പോൾ 1 2 3 4 5 6 ഇവിടെ നിന്നാണ് ഷോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഇത്രയും വലിയ വയറിൻ്റെ ആവശ്യമില്ല, നമ്മൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പിൻ നമ്പർ 6ഉം 2ഉമായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പിൻ നമ്പർ 3 നമ്മൾ ഔട്ട്പുട്ട് കാണാനുള്ള LED കണക്ട് ചെയ്തിട്ടുണ്ട്. പിൻ നമ്പർ 4 ആക്ച്വലി പവർ സപ്ലൈ മീൻസ് പ്ലസ് ആണ് കൊടുക്കേണ്ടത്. ആക്ച്വലി റീസെറ്റ് പിന്നാണ്. അപ്പോൾ ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡീആക്റ്റീവായിട്ടിരിക്കും. പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ആക്റ്റീവ് ആവും. അപ്പോൾ നമ്മൾക്ക് ഫുൾ ടൈം ആക്റ്റീവ് എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾക്ക് പിൻ നമ്പർ 4 പ്ലസ്സിൽ കണക്ട് ചെയ്യണം. പ്ലസ്സിലേക്ക് ഒറ്റ വയർ കൊടുത്ത് ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാനിവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യുന്നത്. മുകളിലെ ലൈനാണ് ആക്ച്വലി പ്ലസ്. പിൻ നമ്പർ 5 നമ്മൾ കൺട്രോൾ പിന്നാണ്, ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. പിൻ നമ്പർ 6 നമ്മൾക്ക് 2ഉമായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രം പോരാ, നമ്മൾക്ക് പിൻ നമ്പർ 6 നിന്നും 7 ഒരു റെസിസ്റ്റർ പോകുന്നുണ്ട്. റെസിസ്റ്റർ ഞാൻ ഇപ്പുറത്തേക്കാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് ആക്ച്വലി പോകേണ്ടത് 7 അപ്പോൾ ഈ എൻഡിൽ നിന്ന് 7 കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വീണ്ടും എനിക്കവിടെ റെസിസ്റ്ററിൻ്റെ 2 പിന്നെ ഒന്ന് 6ലും 1 7 വെക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്ക്രീനകത്ത് കാണാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഇനി പിൻ നമ്പർ 7 ഒരു റെസിസ്റ്റർ നമുക്ക് കൊടുക്കണം. ആ റെസിസ്റ്റർ എൻഡ് ചെയ്യുന്നത് മറ്റേ എൻഡ് പ്ലസ് പവർ സപ്ലൈയിലാണ്. അപ്പോൾ പിൻ നമ്പർ 7. ഓക്കെ, പിൻ നമ്പർ 7 ഒരു 100 kilo ohms റെസിസ്റ്ററാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിൻ നമ്പർ 7 അത്രയേ ഉള്ളൂ. 8 പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സർക്യൂട്ട് കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കാം. നമ്മൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഗ്രൗണ്ട് കണക്ട് ചെയ്യാണ്, പ്ലസ് കണക്ട് ചെയ്യാണ്. യെസ്, ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, ഒരു LED ഓൺ ആവുന്നു, ഓഫ് ആവുന്നു. ഇതിൻ്റെ സർക്യൂട്ടിൻ്റെ പേര് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്നാണ്. യൂസിങ് IC 555.
അപ്പോൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഔട്ട്പുട്ടായിട്ട് ഒരു LED ബ്ലിങ്ക് ആയി അല്ലേ? അപ്പോൾ ഒരു LED ബ്ലിങ്ക് ആവുന്ന ഒരു സംഗതി മാത്രമാണ് ചെയ്തത് എന്നതിനേക്കാളും ഉപരി ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇവിടെ ഒരു ഓൺ ഉണ്ട്, ഒരു ഓഫ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും വീണ്ടും ഓൺ ഓഫ് ആവുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസി കുറച്ചുകൂടി കൂട്ടിയാൽ LED കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ആവും അല്ലേ? കുറേ കൂടി കൂട്ടിയാൽ ഈ LEDക്ക് പകരം അവിടെ സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഇനിയും കുറേ കൂടി കൂട്ടിയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ ഇവിടെ എല്ലാം ഫ്രീക്വൻസിയാണ്. ടെമ്പറേച്ചറും ഒരു ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ലൈറ്റും ഒരു ഫ്രീക്വൻസിൻ്റെ മോഡിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ആൽക്കമിസ്റ്റിൽ പൗലോ കൊയ്ലോ സാറ് പറഞ്ഞ പോലെ കടലും നീ തന്നെ, കാറ്റും നീ തന്നെ, മരുഭൂമിയും നീ തന്നെ. നമ്മൾക്ക് അത്രയൊന്നും പോകണ്ട. ഈ സൗണ്ട് കുറച്ചുകൂടി മാറ്റി നോക്കിയിട്ട് ഡിഫറെൻറ്റ് മ്യൂസിക് ടോൺസ് വെച്ചിട്ട് നമുക്കൊരു പിയാനോ ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.